ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് എക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്ക് ലോൺ കിട്ടാത്തത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു എലിജിബിലിറ്റി ഉള്ള ഒരാൾ ലോൺ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കിട്ടുന്നില്ല, എന്താണ് കാരണം, ഇങ്ങനെയുള്ള കുറച്ചേറെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാരണങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് എന്താണ് ലോൺ കിട്ടാത്തത് അതിനെ ഓവർകം ചെയ്ത് നിങ്ങൾക്ക് ലോൺ കിട്ടുന്ന ഒരു കിടിലം ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക. നമ്മൾ ബാങ്കുകളിൽ ലോൺ ചെയ്യുന്ന സമയത്ത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് സാലറിയുടെ കേസ്, അതുപോലെ തന്നെ സിബിലിൻ്റെ കേസ്, പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ്റെ കേസ്, പിൻ നമ്പർ, അങ്ങനെ കുറച്ച് ബാങ്കിങ്, ഇങ്ങനെ കുറച്ച് കേസുകൾ നമുക്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. നമുക്ക് HDFC ബാങ്കിൽ നിന്ന് ലോൺ വേണം. ചില ആൾക്കാർ അങ്ങനെയാണ്, ശാഠ്യം പിടിക്കും. HDFC ബാങ്ക് നല്ലത് തന്നെയാണ്, അല്ലെങ്കിൽ ICICI നല്ലത് തന്നെയാണ്, ഇവിടെ നിന്ന് തന്നെ ലോൺ എടുക്കുകയുള്ളൂ. നമ്മൾ ലോൺ അവിടെ വയ്ക്കുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മുടെ സാലറി 15 ഉള്ളൂ. ഇത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ HDFC ബാങ്കിൽ അവിടെ മിനിമം സാലറി 20,000 രൂപയാണ് ഒരു ആവറേജ് പേഴ്സണ് വേണ്ടത്. 20-25 ഡിപ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ അറിയാതെ അവിടെ ലോൺ വയ്ക്കുന്നു, നമ്മുടെ ലോൺ റിജക്റ്റ് ആകുന്നു. കാരണം നമുക്ക് 15 രൂപയെ സാലറി ഉള്ളൂ. ഇത് അറിയാത്ത ഒരാൾക്ക്, ഒട്ടുമിക്ക പേർക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയില്ല. സാലറി ഉണ്ടെങ്കിൽ ലോൺ കിട്ടുമെന്നാണ് പല ബാങ്കിൻ്റെയും പരസ്യങ്ങളിൽ പറയുന്നത്. പക്ഷേ ഇത്ര സാലറി അല്ലെങ്കിൽ ഇത്ര സിബിൽ, എങ്ങനെയാണ് സിബിൽ ചെക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ബാങ്കിങ് കണക്കാക്കുന്നതെന്നും ഒരു ബാങ്ക് പോലും പറയില്ല. അപൂർവം ചില കേസിൽ മാത്രമേ പറയുള്ളൂ. അതുപോലെ തന്നെ ICICI ബാങ്കിൽ ഇപ്പോൾ 30,000 രൂപ സാലറി വേണം. ഈ 30,000 രൂപ സാലറി വേണ്ട സ്ഥലത്ത് നമ്മളിപ്പോൾ ഓൺലൈനിലോ ഓഫ്ലൈനിലോ കണ്ട് ഒരു 20,000 രൂപ സാലറി ഉള്ള ഒരാൾ ലോൺ ചെയ്യുകയാണെങ്കിൽ കിട്ടില്ലല്ലോ, അത് തീർച്ചയായിട്ടും റിജക്റ്റായി പോകും. അതേപോലെ തന്നെ ബാങ്കിങ്, നിങ്ങൾക്കിപ്പോൾ ഒരു ബാങ്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ടാറ്റ ക്യാപിറ്റൽ 1-ാം തീയതി, മാസത്തിലെ 1-ാം തീയതി, 4-ാം തീയതി, അല്ലെങ്കിൽ 15-ാം തീയതി, 21-ാം തീയതി, ഈ ദിവസങ്ങളിൽ ഒരു ക്രെഡിറ്റും ഡെബിറ്റും നിർബന്ധമായിട്ടും വന്നിരിക്കണം. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. മറ്റ് ബാങ്കുകൾ നോക്കുന്നത് ചിലപ്പോൾ 1-ാം തീയതി നോക്കും, 10-ാം തീയതി നോക്കും, 21-ാം തീയതി നോക്കും, അല്ലെങ്കിൽ 30-ാം തീയതി നോക്കും. ഈ ദിവസങ്ങളിൽ ഡെബിറ്റും ക്രെഡിറ്റും നടന്നിരിക്കണം. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഡെബിറ്റും ക്രെഡിറ്റും 0 ആണെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടുകയില്ല. നിങ്ങൾ എത്ര സാലറി ഉള്ള ആളെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ലോൺ കിട്ടില്ല. അതൊരു ബാങ്കിൻ്റെ പോളിസിയാണ്. ഓക്കെ. പിന്നെ നെഗറ്റീവ് ഏരിയ, ചില റൂറൽ ഏരിയാസ്, ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ കൊല്ലം തമിഴ്നാട് ബോർഡർ, അല്ലെങ്കിൽ തിരുവനന്തപുരം തമിഴ്നാട് ബോർഡർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലോൺ ചെയ്യുമ്പോൾ മിക്ക ആൾക്കാർക്കും കിട്ടില്ല. കാരണം റൂറൽ ഏരിയ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ബാങ്കുകൾ അത് റിജക്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഇതൊന്നും നമ്മൾക്ക് അറിയില്ല. നമ്മൾ സാധാരണ വിചാരിക്കുന്നത് സാലറി ഉണ്ടെങ്കിൽ ഏത് ബാങ്കിലും നമുക്ക് അപ്ലൈ ചെയ്താൽ ലോൺ കിട്ടുമെന്നാണ് നമ്മുടെ ധാരണ. പക്ഷേ അങ്ങനെയല്ല. ഓക്കെ, ഓരോ ബാങ്കിനും ഓരോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അതറിഞ്ഞ് നമ്മൾ ലോൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോൺ കിട്ടും. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ്. ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബാങ്കിൽ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്ക് ഓവർകം ചെയ്യാമെന്ന് നമ്മളിവിടെ കുറച്ച് എക്സ്പേർട്സുകളുണ്ട്. അവരുടെ ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾക്ക് ലോൺ ചെയ്താൽ തീർച്ചയായിട്ടും കിട്ടും. അത് തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളും എന്തെല്ലാം വേണമെന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ ഏത് ബാങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു തരും. നിങ്ങൾക്ക് ആ ഒരു 99% നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ബാങ്കിലേ നമ്മൾ ചെയ്യുകയുള്ളൂ. പിന്നെ ലോൺ എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഡ്യൂവും അതുപോലെ തന്നെ സിബിൽ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും ആൾക്കാരൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക. അവർക്കൊന്നും കിട്ടില്ല. ഒരു വിധമെങ്കിലും ഡീസൻ്റായിട്ട്, അതായത് നമ്മളുടെ ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ കൊണ്ട് 1-2 മാസമൊക്കെ എന്തെങ്കിലും ഡ്യൂ വരുന്ന, അല്ലെങ്കിൽ ഈ മാസമൊന്നുമല്ല, ഈ ലോൺ അപ്ലൈ ചെയ്യുന്ന ആ ഒരു മാസമൊന്നുമല്ല, കഴിഞ്ഞ ഒരു 3 മാസത്തിന് മുന്നിലോ 6 മാസത്തിന് മുന്നിലോ ഒക്കെ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് ഡ്യൂ വന്ന ആൾക്കാർ, എലിജിബിലിറ്റി എന്താ പറയുക, നമ്മുടെ ഏരിയയുടെ ഇഷ്യൂ ഉണ്ട്, നെഗറ്റീവ് സിബിൽ, അതുപോലെ തന്നെ ബാങ്കിങ് ഇഷ്യൂ ഉണ്ട്, അങ്ങനെ ഒരുപാട് എന്താ പറയുന്നത് കാര്യങ്ങൾ കൊണ്ട് റിജക്റ്റ് ആകുന്ന ഫയലുകൾ ഒരുപാടുണ്ട്. ഇന്നും ബാങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് വന്നു. നമ്മളിങ്ങനെ എലിജിബിലിറ്റി ഇല്ലാത്ത ബാങ്കിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു 4 പ്രാവശ്യം, ഒരു മാസത്തിൽ 4 പ്രാവശ്യം വയ്ക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ 5ാമത് ചെയ്യുന്നത് എലിജിബിലിറ്റി ഉണ്ടെങ്കിലും കിട്ടില്ല. കാരണം നിങ്ങൾക്ക് അവിടെ 4 എൻക്വയറി വന്നിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത്. ചില ബാങ്കുകൾ നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുന്ന മുമ്പേ പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, 4 എൻക്വയറി ഒരു മാസം വരികയാണെങ്കിൽ ലോൺ കിട്ടില്ല. അങ്ങനെ കുറേ ആൾക്കാർക്ക് കിട്ടാതിരുന്നിട്ടുണ്ട്. പിന്നെ
സാലറി ഇല്ലാതെ ചെയ്യുന്ന NBFC ഏത്, സാലറി വെച്ചുകൊണ്ട് ചെയ്യുന്ന NBFC ഏത്, പിന്നെ സാലറി ഇല്ലാതെ കിട്ടുന്ന ക്രെഡിറ്റ് കാർഡ് ഏത്, ഡെബിറ്റ് കാർഡ് ഏത്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. യൂസ്ഡ് കാർ എങ്ങനെ സാലറി ഇല്ലാതെ ചെയ്യാം, ന്യൂ കാർ എങ്ങനെ സാലറി ഇല്ലാതെ ചെയ്യാം, അങ്ങനെയുള്ള ഒരുപാട് ഐഡിയാസ് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറിയൊരു എലിജിബിലിറ്റിയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ചെയ്തു തരുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലും ഞാൻ സ്ക്രീനിലും നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ മാത്രം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളുമെല്ലാം ഇവിടെ നിന്ന് പറഞ്ഞു തരാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 12,000 രൂപ സാലറി ഉള്ള ഒരാൾക്ക് എവിടെ നിന്ന് ലോൺ കിട്ടും? അത് നമ്മൾ 12,000 രൂപ ഉള്ള സാലറി ഉള്ള ഒരാൾ HDFC ബാങ്കിൽ ലോൺ ചെയ്യുകയാണെങ്കിൽ അത് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ഈ ഒരു ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, വീറൈസ് എന്നൊരു NBFC ചെയ്തിട്ടുണ്ട്. അവർ 12,000 രൂപയിൽ ലോൺ ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ട്രൂ ബാലൻസ്, അവർ സാലറി ഉള്ളവർക്കും സാലറി ഇല്ലാത്തവർക്കും ലോൺ ചെയ്യുന്നതാണ്. സാലറി ഉള്ളവർ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഈ സാലറി ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഭാഗത്താണോ, ആ ഒരു ആപ്പിലാണോ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമാണോ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് തീർച്ചയായിട്ടും ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ വാട്സപ്പിലൂടെ നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. പിന്നെ 15,000 രൂപ സാലറിയിൽ ഏത് ബാങ്കാണ് ചെയ്യുന്നത്? ചില ആൾക്കാർക്ക് NBFCയിൽ ചെയ്യാൻ പാടായിരിക്കും, കാരണം ഇൻട്രസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട്. ചില ആൾക്കാർ എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ മതി, പൈസയുടെ ആവശ്യം കൊണ്ട് എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ മതി, ഇൻട്രസ്റ്റ് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ 15,000 രൂപ സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും. നിങ്ങളുടെ ഡോക്യുമെൻറ്റ് മാത്രം വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ് അയച്ചു തന്നാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. പിന്നെ മണിയൂവിയിൽ നിങ്ങൾക്ക് സാലറി ഇല്ലാതെയും സാലറി ഉള്ളവർക്കും തീർച്ചയായിട്ടും ലോൺ കിട്ടും. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും വെച്ചുകൊണ്ടും മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതും ഇവിടെ കാര്യങ്ങളിലെല്ലാം പറയുന്നത്. പിന്നെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന സമയത്ത്, ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉപയോഗിച്ചാൽ വളരെ നല്ലൊരു ഫ്രണ്ടാണ്. പക്ഷേ നമ്മൾ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നമ്മളൊരു ഏറ്റവും വലിയൊരു ശത്രു തന്നെയായിരിക്കും ക്രെഡിറ്റ് കാർഡ്. ഈ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് സാലറിയുടെ ഇൻകം പ്രൂഫിൻ്റെ ആവശ്യമില്ല. അതൊരു ഐഡിയ വെച്ച് നമ്മൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. അതും നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും. നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു തന്നെ തരുന്നതാണ്. പിന്നെ സാലറി ഇല്ലാതെ 50,000-ഉം 1,00,000 രൂപയും എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതാണ്. അവർക്ക് എന്തെല്ലാം ഈ സാലറി ഇല്ലാതെ 1,00,000 രൂപ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ 50,000 രൂപ കൊടുക്കണമെങ്കിൽ മറ്റ് എലിജിബിലിറ്റീസ് എല്ലാം ക്ലിയർ ആയിരിക്കണം, എന്നാൽ മാത്രമേ അവർ ലോൺ കൊടുക്കുകയുള്ളൂ. പിന്നെ യൂസ്ഡ് കാർ ലോണും ന്യൂ കാർ ലോണൊക്കെ എടുക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർക്ക് എന്താ പറയുക, പല ബാങ്കിൽ പോകുന്ന സമയത്തും പ്രോസസ്സിംഗ് ചാർജ് ഉണ്ട്, മറ്റ് ചാർജസുകൾ, അങ്ങനെയുള്ള അതെല്ലാം ഒഴിവാക്കിയെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത്ര % ആയിരിക്കും, അത് ഒഴിവാക്കിയിട്ട് ഇത്ര രൂപയ്ക്ക് ചെയ്തു കൊടുക്കുന്ന കിട്ടില്ല ബാങ്കുകളുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെടാം കാർ ലോണിൻ്റെ കേസിൽ. പിന്നെ റാം ഫിൻകോപ്പ് ഉണ്ട്. റാം ഫിൻകോപ്പ് നിങ്ങൾക്കറിയാം, നമുക്ക് സാലറി ഇല്ലാതെ 50,000 രൂപ കിട്ടുന്ന ആപ്ലിക്കേഷനാണ്. പക്ഷേ ഹ്യൂജ് ഇൻട്രസ്റ്റ് ആണ്, അതിൽ നിന്നും ആരും എടുക്കരുത്. പക്ഷേ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ വേറെ ഒന്നിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് RBI അപ്രൂവ്ഡ് NBFCs ഉണ്ട്, അല്ലെങ്കിൽ ബാങ്കുകളുണ്ട്. അപ്പോൾ ആ ബാങ്കിനെ കുറിച്ചുള്ള പൂർണ്ണമായ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൽകുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും ലോൺ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏത് ലോണും ആയിക്കോട്ടെ, യൂസ്ഡ് കാർ ലോൺ, പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ്, ഹോം ലോൺ, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഉത്തരം 99%ഉം കറക്റ്റായിട്ടുള്ള ആൻസറും ഏത് ബാങ്കിൽ ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസും ഇവിടുന്ന് പറഞ്ഞു തരും. അപ്പോൾ മാക്സിമം എല്ലാവരും വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിൽ ദയവേത് കോൾ വിളിക്കരുത്, നിങ്ങൾ മെസ്സേജ് തന്നെ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരം നൽകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.